സഭയ്ക്ക് കീഴിലെ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരത്തിനെതിരെ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. നഴ്സുമാരെ മുൻനിർത്തി സഭയെയും സഭാസ്ഥാപനങ്ങളെയും തകർക്കാനുള്ള ഗൂഢലക്ഷ്യമാണ് സമരത്തിന് പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു. തൃശൂർ അതിരൂപത ആശുപത്രി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തൃശൂർ കിഴക്കേക്കോട്ടയിൽ സംഘടിപ്പിച്ച വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയ മതവൽക്കരണം നടത്തുന്നതിനൊപ്പം സഭയ്ക്കുള്ളിലും വിഭജനം നടത്തി സഭയെയും സ്ഥാപനങ്ങളെയും നശിപ്പിക്കാനാണ് ശ്രമം. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇല്ലാതായാലേ കുത്തകകൾക്ക് ആതുര രംഗത്തേക്ക് കടന്നു വരാനാകൂ. അതിനുള്ള ഗൂഢശ്രമങ്ങളെ തിരിച്ചറിഞ്ഞ് ചെറുക്കണമെന്നും ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. നഴ്സിംഗ് സഹോദരങ്ങളോട് യാതൊരു വിരോധവുമില്ല. സർക്കാർ നിഷ്കർഷിക്കുന്ന വേതനം ന്യായമാണെങ്കിൽ നൽകാൻ തയ്യാറാണ്. ഇതുവരെ നൽകിയിട്ടുമുണ്ട്. തൃശൂരിലെ അമല ജൂബിലി ആശുപത്രികളിൽ നടക്കുന്നത് സമരാഭാസമാണ്. സർക്കാർ ശമ്പള പരിഷ്കരണം നടത്താതിരുന്ന 2023 പോലും ശമ്പളം വർധന നടത്തിയ പാരമ്പര്യമാണ് ജൂബിലി ആശുപത്രിക്കുള്ളത്. ഇപ്പോൾ ശമ്പള വർധന അംഗീകരിച്ച ഇതര ആശുപത്രികളുടെ ധാരണാപത്രം പുറത്തുവിടാൻ സമരത്തിന് നേതൃത്വം നൽകുന്ന സംഘടനയോ നേതാക്കളോ തയ്യാറാകണമെന്ന് അതിരൂപത വെല്ലുവിളിച്ചു. അത് പുറത്തുവിടാത്തത് ജൂബിലിയേക്കാൾ കുറഞ്ഞ ശമ്പളമാണ് അവിടങ്ങളിൽ നൽകുന്നത് കൊണ്ടാണെന്നും അതിരൂപത ആശുപത്രി സംരക്ഷണ സമിതി ചൂണ്ടിക്കാണിച്ചു. ആതുര ശുശ്രൂഷ രംഗത്ത് ക്രൈസ്തവർ നൽകിയിട്ടുള്ള സംഭാവന വെല്ലുവിളിക്കാണ്. ഇത്രയും സംഭാവന നൽകിയത് ആരാ? ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തില് ഈ സ്വാധീനം ഇല്ലാതാക്കി തങ്ങൾക്ക് കുത്തകകൾക്ക് എങ്ങനെ വരാൻ പറ്റുമെന്നുള്ള ചിന്തകളുണ്ടെന്ന് സ്പെഷ്യൽ ഇന്റലിജൻസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് സ്പെഷ്യൽ ഉദ്യോഗസ്ഥർ ചിലർ എന്നോട് പറഞ്ഞു. അടുത്ത് നിങ്ങളുടെ സ്ഥാപനമാണെന്ന് 2011 പറഞ്ഞു. ടെസ്റ്റ് തൃശ്ശൂരിൽ ഒരു സ്ഥാപനത്തിൽ നടത്തിയ ഡീറ്റെയിൽസ് എന്നോട് പറഞ്ഞു. അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് പിജു കുണ്ടുകുളം വിഷയാവതരണം നടത്തി. പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. വൈദികർ ഉൾപ്പെടെ വിവിധ ഇടവകകളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.